ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 20 കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 20 കറണ്ട് അഫയേഴ്സ് നമ്മൾ ഈ ഒരു സീരീസിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ജില്ലകളാണ്. ഓക്കെ, ആദ്യം ജില്ലകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കും. അതിനുശേഷം സംസ്ഥാനങ്ങളിലെ കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ പഠിക്കും. അതിനുശേഷം പുരസ്കാരങ്ങളും സ്പോർട്സ് അവാർഡ്സും കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു 3 സീരീസിലൂടെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന മാഗസീനുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിന്റെ അകത്ത് നമ്മൾ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. PSC ബുള്ളറ്റിൻ, PSC തന്നെ ഇറക്കുന്ന PSC ബുള്ളറ്റിൻ ഉണ്ട്. അതേപോലെ തന്നെ വെബ്സൈറ്റ്, കേരള ലിറ്റററി മിഷന്റെ ആ ഒരു വെബ്സൈറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റ് സൈറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് മാക്സിമം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ 5ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ ഇതുവരെയായിട്ടും നമ്മുടെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ ബാക്കിയുള്ള 4 ക്ലാസ്സുകളുടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിടാം. താല്പര്യമുള്ളവർ വേണമെങ്കിൽ പോയി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ഉപകാരപ്പെടുമെന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് പോലെ, ടെലഗ്രാമിൽ ഇതിന്റെ നോട്ട് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ അതിനുശേഷം 9 മണിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ കോൾ ഉണ്ട്. അതിന്റെ അകത്തും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ക്ലാസ് കണ്ട് നിങ്ങൾ പഠിച്ച് അത് റിവിഷൻ ചെയ്തെങ്കിൽ മാത്രമാണ് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ല, അതേപോലെ തന്നെ കോഴിക്കോട് ജില്ല, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ വയനാട് ജില്ല. ഈ 3 ജില്ലകളിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ജില്ലകളിൽ 2021 മുതൽ 2024 വരെ നടന്ന സംഭവങ്ങൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിലേക്ക് ഇത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മൊത്തമായിട്ട് കണ്ടതിന് ശേഷം 1-2 തവണ എന്ത് ചെയ്യുക, വായിക്കാനായിട്ട് കൂടി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. മലപ്പുറം ജില്ല 2023 ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച ജില്ല ഏതാന്ന് ചോദിച്ചാൽ, ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച ജില്ല 2023 ഏത് ജില്ലയ്ക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയ്ക്കാണ്. അടുത്തിടെ കേരളത്തിൽ കേളപ്പന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തവനൂരാണ്, മലപ്പുറത്തെ തവനൂരാണ്. അടുത്തിടെ കേരളത്തിൽ കേളപ്പന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലമാണ് മലപ്പുറത്തെ തവനൂർ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലോറ ഫാന്റസിയ പാർക്ക് വാളാഞ്ചേരിയിലാണ്. ഓക്കെ, അപ്പോ ഫ്ലോറ ഫാന്റസിയ പാർക്ക് അവിടെയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് കൃത്രിമ വെള്ളച്ചാട്ടമാണെന്ന് തോന്നത്തില്ല. അത്രത്തോളം ഒറിജിനാലിറ്റിയിലാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് ഫ്ലോറ ഫാന്റസിയ പാർക്കാണ്, വളാഞ്ചേരി. ഫ്ലോറ ഫാന്റസിയ പാർക്ക് വാളാഞ്ചേരി. അതേപോലെ നമ്മൾ പറഞ്ഞു അടുത്തിടെ കേരളത്തിന്റെ കേളപ്പന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തവനൂരാണ്. 2023 ഭരണഭാഷ പുരസ്കാരം ലഭിച്ച ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഭരണഭാഷാ പുരസ്കാരം അതും മലപ്പുറത്ത് തന്നെയാണ്. ഒരു ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ വരുന്ന കേരളത്തിലെ ആദ്യത്തെ സൗജന്യ ഡയാലിസിസ് സെന്റർ ഏതാന്ന് ചോദിച്ചാൽ കാടാമ്പുഴ ദേവസ്വത്തിന്റെ ഡയാലിസിസ് സെന്റർ ആണ്. ഒരു ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്നത് സൗജന്യ ഡയാലിസിസ് സെന്റർ ആണ് കാടാമ്പുഴ ദേവസ്വം ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന കാടാമ്പുഴ ദേവസ്വം ഡയാലിസിസ് സെന്റർ നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് കുറ്റിപ്പുറത്താണ്. ഓക്കെ, അപ്പൊ കുറ്റിപ്പുറത്താണ് എന്ത്, കേരളത്തിലെ ആദ്യത്തെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് കുറ്റിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഈ പറയുന്ന എന്താണ് പ്ലാസ്റ്റിക് പാഴ്വസ്തു എന്താണ് സംഭവങ്ങളെല്ലാം കൂടി അവിടെ കൊണ്ടുപോകുന്ന അവിടെ വെച്ച് സംസ്കരിക്കുന്ന ആ ഒരു സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ കുറ്റിപ്പുറമാണ്. നടത്തിപ്പ് ചുമതല വഹിക്കുന്ന ക്ലീൻ കേരള കമ്പനിയാണ്. അപ്പൊ ഇതിന് നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ക്ലീൻ കേരള കമ്പനി. ക്ലീൻ കേരള കമ്പനിയാണ് കുറ്റിപ്പുറത്തുള്ള കേരളത്തിലെ ആദ്യത്തെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം കൊണ്ടുവന്നത് കുറ്റിപ്പുറത്താണ്. അതിന് ചുമതല വഹിക്കുന്നത് ക്ലീൻ കേരള കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രമാണ് വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം. ഇന്ത്യയിൽ മധ്യവർഗ കുടുംബ വളർച്ചയിൽ ഏറ്റവും മുന്നിലുള്ള
ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്, മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ മലപ്പുറം ജില്ല നിലവിൽ വന്നത് എന്നാന്നൊക്കെ നമുക്കറിയാം. 1969 മലപ്പുറം ജില്ല നിലവിൽ വന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു 1969 എന്ത് ISRO നിലവിൽ വന്നതും എന്ന് തന്നെയാ 1969. അപ്പൊ അന്ന് തന്നെയാണ് ഏത് ജില്ല നിലവിൽ വന്നത്? ഒരിക്കൽ PSC ചോദിച്ചാണ് 1969 നിലവിൽ വന്ന ജില്ല താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്, മലപ്പുറം ജില്ലയാണ്. 2022 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി കരസ്ഥമാക്കിയത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, അപ്പോ 2022 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി കരസ്ഥമാക്കിയത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനാണ്. അതേപോലെ 2ാം സ്ഥാനം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനും, അതേപോലെ അതിന്റെ ഒപ്പം തന്നെ പങ്കിട്ടത് 2ാം സ്ഥാനം വിദൂര പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരമാണ്. അപ്പോ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി കരസ്ഥമാക്കിയത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനാണ്. 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് 2 പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഒന്ന് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനും അതേപോലെ തന്നെ വിദൂര പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം. രാജ്യത്തിലാദ്യമായി ജനപങ്കാളിത്തത്തോടെ നടത്തിയ അതിദരിദ്ര സർവേയിൽ കേരളത്തിൽ നിന്ന് ഒന്നാമതെത്തിയ ജില്ലയാണ് മലപ്പുറം. അതിദരിദ്ര സർവേയിൽ കേരളത്തിൽ നിന്ന് ഒന്നാമതെത്തിയ ജില്ല മലപ്പുറമാണ്. കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് ആരോഗ്യ വകുപ്പ് ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയുടെ കീഴിൽ കളിവീട് പദ്ധതി ആരംഭിച്ചത്. ഓക്കെ, അപ്പോ കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് ആരോഗ്യ വകുപ്പ് ജില്ലാ മാനസിക ആരോഗ്യ പദ്ധതിയുടെ കീഴിൽ കളിവീട് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നു. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് ആരോഗ്യ വകുപ്പ് ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയുടെ കീഴിൽ കളിവീട് പദ്ധതി ആരംഭിച്ചത് മലപ്പുറത്താണ്. കേരളത്തിലെ 4ാമത്തെയും സംസ്ഥാന രൂപീകരണത്തിന് ശേഷം സർക്കാർ നിർമ്മിക്കുന്ന ആദ്യത്തേതുമായ സെൻട്രൽ ജയിൽ നിലവിൽ വന്നത് തവനൂരാണ്. അപ്പോ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്തു വച്ചോ. കേരളത്തിലെ 4ാമത്തെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം സർക്കാർ നിർമ്മിക്കുന്ന ആദ്യത്തേതുമായ സെൻട്രൽ ജയിൽ നിലവിൽ വരുന്നത് തവനൂര്. സംസ്ഥാനത്തെ ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടക്കുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ പട്ടയം. അപ്പോ എന്താണ് ഡിജിറ്റൽ പട്ടയം നൽകുന്നത്? ഏത് ജില്ലയാ? മലപ്പുറം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ മിനിയേച്ചർ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് കൊടികുത്തിമലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മിനിയേച്ചർ ടൂറിസം ഇക്കോ പദ്ധതി ആരംഭിച്ചത്. അപ്പോ കേരളത്തിലെ ആദ്യ മിനിയേച്ചർ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലെ കൊടികുത്തിമല എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചത് മലപ്പുറത്തിനാണ്. അടുത്തിടെ കേരളത്തിൽ കേളപ്പന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് തവനൂരാണ്. അതേപോലെ തന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എവിടെയാന്ന് ചോദിച്ചാൽ അത് വളാഞ്ചേരിയിലാണ്. അതേപോലെ ദേവസ്വത്തിന്റെ കീഴില് ഡയാലിസിസ് സെന്റർ നിലവിൽ വന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അത് കടാമ്പുഴയിലാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് വസ്തു സംസ്കരണ കേന്ദ്രം കുറ്റിപ്പുറത്താണ്. ക്ലീൻ കേരള കമ്പനിയാണ് അതിന്റെ നടത്തിപ്പ് ചുമതല. അതേപോലെ തന്നെ എന്താണ് മധ്യവർഗ കുടുംബ വളർച്ചയിൽ ഏറ്റവും മുന്നിലുള്ളത് നമ്മുടെ മലപ്പുറമാണ്. അതേപോലെ പോലീസ് സ്റ്റേഷൻ ഏറ്റവും ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി കരസ്ഥമാക്കിയത് പെരിന്തൽമണ്ണ. 2 പേർക്കാണ് 2ാം സ്ഥാനം ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി കിട്ടിയത്, കണ്ണൂരും അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ വിതുരയിലും. കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് ആരോഗ്യ വകുപ്പ് ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയുടെ കീഴിൽ കളിവീട്, ഓക്കെ, അത് എവിടെയാന്ന് ചോദിച്ചാൽ മലപ്പുറത്ത് തന്നെയാണ്. അതേപോലെ തന്നെ എന്താണ് കേരളത്തിലെ 4ാമത്തെയും സംസ്ഥാന രൂപീകരണത്തിന് സർക്കാർ നിർമ്മിക്കുന്ന ആദ്യത്തേതുമായ സെൻട്രൽ ജയിൽ നിലവിൽ വന്നത് തവനൂരാണ്. അതേപോലെ കേരളത്തിലെ ആദ്യ മിനിയേച്ചർ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് കൊടികുത്തി മലയിലാണ്. അതേപോലെ തന്നെ ഡിജിറ്റൽ പട്ടയ വിതരണം നടത്തിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതും മലപ്പുറം തന്നെയാണ്. ഇന്ന് നമുക്ക് അടുത്ത ജില്ല കോഴിക്കോടാണ്. യുനെസ്കോ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് കോഴിക്കോടാണ്. സംഗീത നഗരം പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം എന്ന് പറയുന്നത് അത് ഗ്വാളിയോർ ആണ്. ഗ്വാളിയോർ സംഗീത നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യയിലെ നഗരം ഗ്വാളിയോർ ആണ്. നിപ പ്രതിരോധത്തിനായി വൺ ഹെൽത്ത് പദ്ധതിക്ക് വിവിധ
വകുപ്പുകളെ സംയോജിപ്പിച്ച് ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ നിപ്പ പ്രതിരോധത്തിനായി വൺ ഹെൽത്ത് പദ്ധതിക്ക് കീഴിൽ വിവിധ വകുപ്പുകളെ സംയോജിച്ചുകൊണ്ട് ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത് ഏതാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ നിപ്പ വൈറസിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഗവേഷണ സംഘത്തെ രൂപീകരിക്കാൻ പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. 2023 കായകൽപ്പ് അവാർഡ് നേടിയ ആശുപത്രി കോഴിക്കോട് ജനറൽ ആശുപത്രിയാണ്. ആരോഗ്യ സംസ്ഥാനങ്ങളിലെ ശുചിത്വ പരിപാലനം, അണു നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കായകൽപ്പ് അവാർഡിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 2023 ഈ കായകൽപ്പ് അവാർഡ് എന്ന് പറയുന്നത്? അതായത് കായകൽപ്പ് അവാർഡ് നേടിയ ആശുപത്രി കോഴിക്കോട് ജനറൽ ആശുപത്രി ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കായകൽപ്പ് അവാർഡ് ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്കറിയാം കായകൽപ്പം എന്ന് പറയുന്നത് ദീർഘ ആയുസ്സാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അണുബാധ നിയന്ത്രിക്കണം, അതേപോലെ ശുചിത്വ പരിപാലനം നടത്തണം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ 2ാമത് ജൈവ വൈവിധ്യ കോൺഗ്രസിന് വേദിയായത് എവിടെയാന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ ബോർഡിന്റെ 2ാമത് ജൈവ വൈവിധ്യ കോൺഗ്രസിന് വേദിയായത് കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് കുറ്റിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത്. അന്തരിച്ച ഗസൽ ഗായകൻ ഉമ്പായിയുടെ ഓർമ്മയ്ക്കായാണ് അക്കാദമി ആരംഭിക്കുന്നത്. അപ്പോൾ ഗസൽ ഗായകനായുള്ള ഉമ്പായി അന്തരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന എന്ത് വരുന്നത്? കേരളത്തിൽ ആദ്യമായി ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? കുറ്റിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതേപോലെ തന്നെ അന്തരിച്ച ഗായകൻ ഉമ്പായിയുടെ ഓർമ്മയ്ക്കാണ് ഈ അക്കാദമി നിലവിൽ വരുന്നത്. നാട്ടുമാവുകൾ വച്ചുപിടിപ്പിക്കുന്ന നാട്ടുമാമ്പാത എന്ന പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ നാട്ടുമാവുകൾ വച്ചുപിടിപ്പിക്കുന്നതിനായിട്ട് നാട്ടുമാമ്പാത, അതായത് വഴിയോരങ്ങളിൽ നാട്ടുമാവിന്റെ തൈകൾ വച്ച് പിടിപ്പിക്കുക, അതുവഴി നാട്ടുമാമ്പാത എന്ന പദ്ധതി കൊണ്ടുവന്നത് കോഴിക്കോട് ജില്ലയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക നഗരമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അപ്പൊ കോഴിക്കോട് എന്ന് പറയുന്നത് നിലവിലെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ആണ് ഏതെന്ന് പറയുന്നത്? കോഴിക്കോട് ജില്ല. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക നഗരമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കോഴിക്കോട്. അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ നിലവിൽ വരുന്നത് കോടഞ്ചേരിയാണ്. കോടഞ്ചേരിയിലാണ് അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ നിലവിൽ വന്നത്. കോടഞ്ചേരി. പഞ്ചായത്ത് പുലിക്കയം കോഴിക്കോട്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കയാക്കിംഗ് സെന്റർ ആണ് പുലിക്കയത്തുള്ളത്. അപ്പോൾ സർക്കാർ ഫണ്ട് അവിടെയാണ് ഇമ്പോർട്ടന്റ്. അതായത് നമുക്കറിയാം ബോട്ടിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന പരിപാടിയാണ് കയാക്കിംഗ് എന്നുള്ളത്. അപ്പൊ ഈ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കയാക്കിംഗ് സെന്റർ അത് പുലിക്കയത്താണ് ഉള്ളത്. ഇന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരം ആകാൻ ഒരുങ്ങുന്നത് കോഴിക്കോടാണ്. ഭിന്നശേഷി രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത് പുരസ്കാരം നേടിയത് കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ കടലോരങ്ങൾ ശുചീകരിക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ തീരം. ശുചിത്വ തീരം പദ്ധതി എവിടെയാണ്? കോഴിക്കോടാണ് ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കുടുംബ കോടതി ഏതാന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. പ്രത്യേക കോടതി മുറിയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കുടുംബ കോടതിക്ക് പ്രത്യേക മുറിയൊക്കെ ഉണ്ട്. ആ മുറിക്ക് പറയുന്ന പേരാണ് സ്വപ്നക്കൂട് എന്ന് പറയുന്നത്. അപ്പൊ സ്വപ്നക്കൂട് എന്ന് പറയുന്ന പ്രത്യേക മുറിയൊക്കെ സജ്ജമാക്കിക്കൊണ്ടാണ് കോഴിക്കോട് പ്രത്യേക ഒരു കോടതി മുറി ആർക്ക് വേണ്ടിയിട്ട്? ശിശു സൗഹൃദ കുടുംബ കോടതിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി എവിടെയാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൊച്ചിയിലാണ്. ഓക്കെ. അപ്പോ ശിശു സൗഹൃദ കുടുംബ കോടതി അത് കോഴിക്കോടാണ്. അതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ വച്ചു കൊടുത്തിരിക്കുന്ന മുറിയാണ് സ്വപ്നക്കൂട്. പക്ഷെ പോക്സോ ആയിട്ടുള്ള ശിശു സൗഹൃദ കേരളത്തിലെ കോടതി ചോദിച്ചാൽ അത് കൊച്ചിയാണ്. ഇന്ത്യയിൽ ആദ്യമായി അവയവം മാറ്റി വയ്ക്കൽ ശാസ്ത്രജ്ഞയായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനം നിലവിൽ വരുന്ന ജില്ലയാണ് കോഴിക്കോട്. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ പ്രായോഗിക പഠനമാക്കാൻ കഴിയുന്ന ടിങ്കിങ് ലാമ്പുകൾ സ്കൂളുകളിൽ ആരംഭിക്കാൻ പോകുന്ന ജില്ല കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ നിലവിൽ വരുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അതും കോഴിക്കോട് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ എക്സലേറ്റർ കം എലിവേറ്റർ ഫുട് ഓവർ ബ്രിഡ്ജ്
നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. നവജാത ശിശു പരിചരണ രംഗത്തെ പ്രധാന ചുവട് നിയോക്രാഡിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിയോക്രാഡിൽ പദ്ധതിക്ക് തുടക്കം കുറിക്കപ്പെട്ട ജില്ല ഏതാന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ സർഫിംഗ് സ്കൂൾ നിലവിൽ വരുന്നത് ബേപ്പൂര്. സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അതാണ് ചേളന്നൂർ എന്ന് പറയുന്ന സ്ഥലം. അതായത് സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത, ഹിന്ദിയിൽ വായിക്കാനും അതേപോലെ തന്നെ എന്താണ് സ്വന്തമായിട്ട് പേരെഴുതാനും ഒപ്പിടാനും പറ്റുന്ന ആളുകൾ എല്ലാം ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചേളന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ചേളന്നൂരാണ്. ചേർമല ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പേരാമ്പ്ര. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലമാണ് വലിയങ്ങാടി, കോഴിക്കോട്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വലിയങ്ങാടി, കോഴിക്കോട്. ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ ആദ്യ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ബാലുശ്ശേരി. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ മാലിന്യ മുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റിയാണ് വടകര, കോഴിക്കോട്. അപ്പൊ എന്താണ് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റിയാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വന്ന നഗരമാണ് വടകര. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ റോബോട്ടിക് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മേത്ര ആശുപത്രി, കോഴിക്കോട്. അപ്പൊ മേത്ര ആശുപത്രി കോഴിക്കോടിലാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ റോബോട്ടിക് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിച്ചത്. ഹോർട്ടികോപ്പിന്റെ കേരളത്തിന്റെ ആദ്യ സൂപ്പർ മാർക്കറ്റ് നിലവിൽ വരുന്നത് വേങ്ങേരി, കോഴിക്കോടാണ്. ഹോർട്ടികോപ്പിന്റെ കേരളത്തിന്റെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് നിലവിൽ വരുന്നത് വേങ്ങേരി, കോഴിക്കോട്. ശുചിത്വ സംസ്കാരം വളർത്തിയെടുക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഏഴഴകിലേക്ക് കോഴിക്കോട്. ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ഓർത്തു വച്ച ഒരു മാർക്ക് അവിടെ വീഴും. ശുചിത്വ സംസ്കാരം വളർത്തിയെടുക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഏഴഴകിലേക്ക് കോഴിക്കോട്. ഏഴ് അഴകിലേക്ക് കോഴിക്കോട്. 2022 മാർച്ചിൽ കോഴിക്കോട് പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ച ഗോത്ര ഉത്സവത്തെ പറയുന്ന പേരാണ് തുടി എന്ന് പറയുന്ന. അപ്പൊ തുടി എന്ന് പറയുന്ന ഗോത്ര ഉത്സവം നടന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? കോഴിക്കോടാണ്. 2023 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. 2023 സുവർണ ജൂബിലി ആഘോഷിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. വൈക്കം മുഹമ്മദ് ബഷീർ. നമുക്കറിയാം സംസ്ഥാനത്തെ ആദ്യത്തെ സാഹിത്യ പാർക്കാണ് ഏത് എന്ന് പറയുന്നത് ഫാം റോക്ക് ഗാർഡൻ. ആരുടെ സ്മരണയ്ക്കാണ് ഇത് നിർമ്മിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയ്ക്ക് നിർമ്മിച്ചതാണ് ഫാം റോക്ക് ഗാർഡൻ. ഓക്കെ, അപ്പോ സംസ്ഥാനത്തെ ആദ്യത്തെ സാഹിത്യ പാർക്കാണ് ഫാം റോക്ക് ഗാർഡൻ. ആരുടെ സ്മരണയ്ക്കാണ് ഇത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന, അതായത് മലയാളികളെ ശരിക്കും കഥകളിലേക്ക് ഇറക്കിക്കൊണ്ടുപോയ സാഹിത്യകാരൻ, അല്ലെങ്കിൽ മലയാളികൾക്ക് കഥ, നോവൽ ഇതൊക്കെ ലഹരിയാക്കിയ കഥാകാരൻ, അല്ലെങ്കിൽ ലഹരിയാക്കിയ നോവലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീറാണ്. മലയാളികളെ വായിക്കാൻ പഠിപ്പിച്ചതും, അല്ലെങ്കിൽ നോവല് എന്ന് പറയുന്ന ആ ഒരു സാഹിത്യ സൃഷ്ടിക്ക് അത്രത്തോളം പ്രാഗൽഭ്യം കൊണ്ടുവന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലുകളിലൂടെയാണ്. ആളുകൾ അത്രത്തോളം വായിക്കാനായിട്ട് പോയത്. ഓക്കെ, ഇനി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ആരംഭിക്കുന്ന ആകാശമിഠായി എന്ന സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ബേപ്പൂരാണ്. അപ്പൊ ആകാശമിഠായി എന്ന് പറയുന്ന സ്മാരകം ആരുടെ ഓർമ്മയ്ക്കാ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കാണ്. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വരുന്നത് ബേപ്പൂര്, കോഴിക്കോടാണ്. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വരുന്നത് ബേപ്പൂർ, കോഴിക്കോട്. എനിക്ക് അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത്, അപ്പൊ ഇതിന്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. യുനെസ്കോ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമുക്കറിയാം നിപ്പ പ്രതിരോധത്തിനായി വൺ ഹെൽത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അതേപോലെ കായകൽപ്പ അവാർഡ് നേടിയ ആശുപത്രിയാണ് കോഴിക്കോട് ജനറൽ ആശുപത്രി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതേപോലെ ആദ്യമായി ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി കുറ്റിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നാട്ടുമാവുകൾ വച്ചുപിടിപ്പിക്കുന്ന പരിപാടിയാണ് നാട്ടുമാമ്പാത. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളിൽ ഉൾപ്പെട്ട നഗരമാണ് കോഴിക്കോട്. അത്രത്തോളം നമുക്ക് സേഫ്റ്റിയാണ് കോഴിക്കോട് നഗരം തരുന്നത്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കയാക്കിംഗ് സെന്റർ ആണ്
പുലിക്കയത്ത് ഉള്ളത്. അതേപോലെ കോഴിക്കോട് ജില്ലയിലെ കടലോരങ്ങൾ ശുചീകരിക്കാനാണ് ശുചിത്വ തീരം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കുടുംബ കോടതി കോഴിക്കോട്. പോസ്കോ കോടതിയാണെങ്കിൽ അത് കൊച്ചിയാണ്. നവജാത ശിശു പരിചരണ രംഗത്തെ പ്രധാന ചുവടുവയ്പ്പാണ് ലിയോ ക്രാഡിൽ പദ്ധതി. തുടക്കം കുറിച്ചത് കോഴിക്കോടാണ്. സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ചേളന്നൂരാണ്. അതേപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റ് പദ്ധതി വലിയങ്ങാടി കോഴിക്കോടാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യ മുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റിയാണ് വടകര കോഴിക്കോട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോബോട്ടിക് സന്ധി മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ ആരംഭിച്ചത് കോഴിക്കോടാണ്. ശുചിത്വ സംസ്കാരം വളർത്തിയെടുക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഏഴഴകിലേക്ക് കോഴിക്കോട്. അതേപോലെ തന്നെ എന്താണ് ഗോത്ര ഉത്സവമാണ് 2022 മാർച്ചിൽ കോഴിക്കോട് പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ തുടി എന്ന് പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ നമുക്കറിയാം, ഫാം റോക്ക് ഗാർഡൻ സ്മരണാർത്ഥം ആദ്യത്തെ സാഹിത്യ പാർക്ക്. ആകാശമിഠായി എന്ന് പറയുന്ന സ്മാരകം സ്ഥിതി ചെയ്യുന്ന ബേപ്പൂർ. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം അതും ബേപ്പൂർ കോഴിക്കോടാണ്. നമുക്ക് വയനാട് ജില്ലയിലേക്ക് പോകാം. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. 2024 ഇത് നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേള. അത് വയനാടാണ്. പഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങളെ സ്വീകരിക്കുന്നതിനും സേവനങ്ങളിൽ സഹായിക്കുന്നതിനും പരിശീലനം ലഭിച്ച വനിതകളെ ഹോസ്റ്റസ് ആയി നിയമിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് അമ്പലവയൽ പഞ്ചായത്ത്. നമുക്കറിയാം എന്താണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അത് അമ്പലവയലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് ചോദിച്ചാൽ അത് ചൂണ്ടയിലാണ്. ഇതൊക്കെ നമ്മൾ ബേസ് അടിച്ച് പഠിച്ചു പോയതാണ്. കേന്ദ്ര സർക്കാരിന്റെ ആസ്പിറേഷൻ ജില്ലാ പദ്ധതി സാമ്പത്തിക നൈപുണ്യ വികസനത്തിൽ ദേശീയ തലത്തിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ വയനാട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കി ഇന്ത്യയിലെ ആദ്യ ജില്ല. കാരണം വളരെ കുറച്ച് ആളുകളുള്ളൂ, അതുകൊണ്ട് തന്നെ എന്താണ് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് കംപ്ലീറ്റ് എന്താണ് കഴിഞ്ഞ ജില്ലയാണ് നമ്മുടെ വയനാട് ജില്ല. മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ അത് മീനങ്ങാടി. സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനികരൻ പദ്ധതി ആരംഭിച്ച പഞ്ചായത്താണ് ഏത് നൂൽപ്പുഴയിലാണ് വനികരൻ പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമമാണ് ഊര് എന്ന് പറയുന്നത്. അത് പൂക്കോടാണ്. പൂക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ രീതിയിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? അത് പൂക്കോടാണ്. അതേപോലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇത് തന്നെയാണ്, പൂക്കോട് തടാകമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര സൗഹൃദ വിദ്യാലയം എന്ന പദവി ലഭിച്ചത് തോൽപ്പെട്ടി ഗവൺമെന്റ് സ്കൂളാണ്. പ്രഥമ ദേശീയ ഗോത്രഭാഷാ ചലച്ചിത്രോത്സവത്തിന് വേദിയാകുന്നത് അട്ടപ്പാടി പാലക്കാടാണ്. പാലക്കാട്. കേരളത്തിലെ ഗോത്ര ഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. ഗോത്ര ഗ്രാമ പദ്ധതി. ആഫ്രിക്കൻ പാണ്ടിപ്പനി ആദ്യമായി സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലയാണ് ആഫ്രിക്കൻ പന്നിപ്പനിയാണ് കേട്ടോ. ആഫ്രിക്കൻ പന്നിപ്പനി ആദ്യമായിട്ട് സ്ഥിരീകരിച്ച ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് വയനാട്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കണക്റ്റഡ് ആദിവാസി കോളനികൾ സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ അത് കൽപ്പറ്റയിലാണ്. കൽപ്പറ്റ. ഇനി കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? മേപ്പാടിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ 5 സ്റ്റാർ ഹോട്ടൽ നിലവിൽ പദവി ലഭിച്ചത് എവിടെയാന്ന് ചോദിച്ചാൽ സപ്ത റിസോർട്ട് സുൽത്താൻ ബത്തേരിയാണ്. അപ്പോ എന്താണ് സപ്ത റിസോർട്ട് സുൽത്താൻ ബത്തേരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ 5 സ്റ്റാർ ഹോട്ടൽ പദവി ലഭിച്ചത്. ആനക്കാംപെട്ടിയിൽ കള്ളാടി മേപ്പാടി തുരങ്കം താമരശ്ശേരി തുരങ്കത്തിന് ബദലായി നിർമ്മിക്കുന്ന പുതിയ തുരങ്കം പാതയാണ് ഇത്. അപ്പോ അതേപോലെ തന്നെ തുരങ്കം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ആനക്കാം പൊയ്കയിൽ കോഴിക്കോട്, കണ്ണാടി മേപ്പാടി വയനാടാണ്. ഓക്കെ, അപ്പോ ആനക്കാം പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കം ഇമ്പോർട്ടന്റ് ആണ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കം. താമരശ്ശേരി ചുരത്തിന്റെ ബദലായി നിർമ്മിക്കുന്ന പുതിയ തുരങ്കപാതയാണിത്. തുരങ്കം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ആനക്കാംപൊയിൽ കോഴിക്കോട്, കണ്ണാടി മേപ്പാടി വയനാട്. മക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യമാണ് താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ താമരശ്ശേരി ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒത്തിരി ആളുകൾ ഒത്തിരി ആൻസറുകൾ എഴുതി കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളൊക്കെ കേട്ടിരുന്നു. വളരെ സന്തോഷമുണ്ട്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു എന്ന് കാണുന്നതിൽ. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ എഴുതുക. ഒരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യം അയക്കുന്ന 10 പേർക്കാണ് കേട്ടോ ഇതിന്റെ അകത്ത്
വിജയികളായിട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടുന്നത്. കാരണം ഏകദേശം 10-100 പേരൊക്കെ വരുന്നുണ്ട് നമുക്ക് എല്ലാ ദിവസവും ഓരോരുത്തരുടെ പേര്. അപ്പൊ എല്ലാം കൂടി ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസിന്റെ ഡ്യൂറേഷൻ അവിടെ കുറയും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഇടാതിരുന്നത്. പക്ഷെ മാക്സിമം എന്ത് ചെയ്യാം, 10 പേരെങ്കിലും അല്ലെങ്കിൽ 15 പേര് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാം, ചെയ്തിടാം. അല്ലെങ്കിൽ ഞാനത് വോയിസ് ആയിട്ട് തന്നെ ഞാൻ ഓരോരുത്തരുടെയും പേരും വിളിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് സമയം കിട്ടിയില്ല. പുതിയൊരു വീഡിയോ 2-3 അടുപ്പിച്ച് വലിയ വീഡിയോ ആണ് തന്നെ. അതുകൊണ്ടാണ്, കാരണം ഹോട്ട് ടോപ്പിക്സ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പദ്ധതിയിൽ പൂർത്തിയാക്കുന്നതോടെ കേരളത്തിൽ, അതായത് കണ്ണാടി മേപ്പാടി വയനാട് തുരങ്കത്തിന്റെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ 6.91 കിലോമീറ്റർ ആണ്. അത്രത്തോളം വലിയൊരു തുരങ്കമാണ് ഈ പറയുന്ന ഏതെന്ന് പറയുന്നത് നമ്മുടെ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കം എന്ന് പറയുന്നത്. പദ്ധതി പൂർത്തിയാക്കുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാതയായിട്ട് മാറുകയാണ് ഈ ഒരു തുരങ്കം എന്ന് പറയുന്നത്. ആനക്കാംപൊയിൽ കണ്ണാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്നാ ചോദിച്ചാൽ 2020 ഒക്ടോബർ 5-ലാണ്. 2020 ഒക്ടോബർ 5 നിർമ്മാണ ചുമതല വഹിക്കുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു പരിപാടിക്ക് നിർമ്മാണ ചുമതല വഹിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ കൊങ്കൺ റെയിൽവേ ആണ്. അപ്പോൾ വയനാട് ജില്ലയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് 24 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേഖല വയനാടാണ്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അസ്പിറേഷൻ ജില്ലാ സാമ്പത്തിക നൈപുണ്യ വികസനത്തിന്റെ ദേശീയ തലത്തിൽ 2ാം സ്ഥാനം ലഭിച്ച ജില്ലയാണ്. മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം കേരളത്തിലെ പഞ്ചായത്ത് മീനങ്ങാടിയാണ്. സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനകിരൺ പദ്ധതി ആരംഭിച്ചത് നൂൽപ്പുഴയിലാണ്. സംസ്ഥാനത്തെ ആദ്യ ഗോത്ര ഗ്രാമം എന്നറിയപ്പെടുന്ന ഊരാണ്, ഊര് പൂക്കോടാണ്. അതേപോലെ തന്നെ പ്രഥമ ഗോത്രഭാഷ ചലച്ചിത്രോത്സവത്തിന് വേദിയാകുന്ന അട്ടപ്പാടി പാലക്കാട്. നമുക്കറിയാം അട്ടപ്പാടി ഗ്രാമം ആദിവാസി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അട്ടപ്പാടി തന്നെയാണ്. ആഫ്രിക്കൻ പന്നിപ്പനി ആദ്യമായി സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല വയനാട്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കണക്റ്റഡ് ആദിവാസി കോളനികൾ സ്ഥാപിതമാകുന്ന കൽപ്പറ്റയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് എവിടെയാണ്? മേപ്പാടി. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ 5-സ്റ്റാർ ഹോട്ടൽ പദവി ഏതാന്ന് ചോദിച്ചാൽ സപ്ത റിസോർട്ട് സുൽത്താൻ ബത്തേരി. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കം, നമുക്കറിയാം തുരങ്കത്തിന്റെ ദൈർഘ്യം 6.91 ആണ്. പദ്ധതി പൂർത്തിയാക്കുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാതയാകും ഇത്. ആനക്കാംപൊയിൽ കണ്ണാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 2020 ഒക്ടോബർ 5-നാണ് വരുന്നത്. നിർമ്മാണ ചുമതല വഹിക്കുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും നേരം കണ്ട് ഇരുന്ന് കേട്ട് പഠിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് പോവുക. ടെലഗ്രാമിൽ നമ്മുടെ ക്വസ്റ്റ്യൻ കോഡ് 9 മണിക്ക് ഉണ്ടാകും. നോട്ട്സ് ഞാൻ ഏകദേശം കുറെ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു 5 മണിക്ക് മുമ്പൊക്കെ ഇടാനായിട്ട്. അപ്പൊ ഉറപ്പായിട്ടും 5 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് അടുത്ത നോട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. കാരണം നമ്മുടെ ഈ സീരീസിന്റെ ഒക്കെ ഫുൾഫിൽ ആവണമെങ്കിൽ ഇത് രണ്ടും കൂടി മുന്നോട്ടേക്ക് പോയെങ്കിൽ മാത്രമാണ് അത് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു പക്ക ട്രാക്കിലേക്ക് നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. പഠിക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക, എക്സാമുകൾ ചെയ്യുക. നമ്മുടെ പോരായ്മകൾ അറിഞ്ഞ് തന്നെ മുന്നോട്ടേക്ക് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.